ഹലോ എവരിവൺ, ഞാൻ സജിൻ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മാരുതിയുടെ എസ്പ്രസോ VSI പ്ലസിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. മാരുതി എസ്പ്രസോയെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മാരുതിയുടെ തന്നെ ബ്രസയെ ഒന്ന് ചുരുക്കി ചെറുതാക്കിയ പോലെയാണ്. മിനി SUV സെഗ്മെൻറ്റിലേക്കാണ് മാരുതി എസ്പ്രസോയെ കൊണ്ടുവന്നിരിക്കുന്നത്. സൈഡിൽ നിന്നും നോക്കുമ്പോൾ ബോക്സ് ടൈപ്പ് ഡിസൈനാണ് വാഹനത്തിൻ്റേത്. ബോഡി ലൈനും വീൽ ആർച്ചും എടുത്തു കാണിക്കുന്നുണ്ട്. SUVയുടെ രൂപത്തിന് ഇത് നന്നായി ഇണങ്ങിച്ചേരുന്നുമുണ്ട്. 180 mm ഗ്രൗണ്ട് ക്ലിയറൻസാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. ഈ സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനമാണിത്. ഇനി ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ വലിച്ചാണ് ബോണറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയൊരു എൻജിൻ റൂമാണ്. 998 cc 1 ലിറ്റർ 3 സിലിണ്ടർ BS6 പെട്രോൾ എഞ്ചിനാണ് എക്സ്പ്രസോയ്ക്ക് മാരുതി നൽകിയിട്ടുള്ളത്. 5500 RPMൽ 68 bhp പവറും 3500 RPMൽ 90 Nm ടോർക്കുമാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്. മാരുതിയുടെ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമായ ഹാർടെക്കിലാണ് എസ്പ്രസോയെ നിർമ്മിച്ചിട്ടുള്ളത്. ബ്രസയുമായി നല്ല സാമ്യമുള്ള ഗ്രില്ലാണ് എസ്പ്രസോയുടേത്. ഡോൾട്ടോൺ ബമ്പറാണ്, അതും ഫൈബറിൽ നിർമ്മിച്ചിരിക്കുന്നത്. SUVയുടെ രൂപത്തിന് ചേരുന്ന രീതിയിലാണ് ബമ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയുമായി വലിപ്പമുള്ള 2 എയർ ഡാമും നൽകിയിട്ടുണ്ട്. സിൽവർ നിറത്തിലുള്ള സ്കിഡ് പ്ലേറ്റ് അഡീഷണൽ ആക്സസറിയായി ചെയ്തിരിക്കുന്നതാണ്. വലിപ്പമുള്ള ക്ലിയർ ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്. അതിനകത്ത് തന്നെ മനോഹരമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു ഇൻഡിക്കേറ്റർ. തൊട്ടു താഴെയായിട്ടാണ് DRL ലൈറ്റ് വന്നിട്ടുള്ളത്. അതും അഡീഷണൽ ആക്സസറിയായി വാങ്ങി ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. ഇത് വാഹനത്തിന് നല്ല ലുക്കും നൽകുന്നുണ്ട്. VXI പ്ലസിൽ ബോഡി കളർ മിറേഴ്സാണ് വന്നിരിക്കുന്നത്. അതും ഇന്ത്യൻ ഫ്രണ്ട്ലി മിറേഴ്സാണ്. വാഹനത്തിൻ്റെ മുൻവശത്തെ ടയറിൽ ഡിസ്കും പിൻവശത്ത് ഡ്രം ബ്രേക്കുമാണ് നൽകിയിട്ടുള്ളത്. 14 ഇഞ്ച് ഡോൾട്ടോൺ അലോയ് വീലാണ് വാഹനത്തിന് ഇപ്പോൾ ഉള്ളത്. ഇത് അഡീഷണൽ ആക്സസറിയായി ചെയ്തിരിക്കുന്നതാണ്. ടോപ്പ് വേരിയൻറ്റിലും സ്റ്റീൽ വീലോടുകൂടിയാണ് വാഹനം വരുന്നത്. ടയർ പ്രൊഫൈൽ നോക്കുമ്പോൾ 165/17 R14 റേഡിയൽ ടയറാണ് നൽകിയിട്ടുള്ളത്. പിൻവശത്തേക്ക് വരുമ്പോൾ എക്സ്പ്രസോ എന്നും സുസുക്കിയുടെ ലോഗോവും മാത്രമാണ് നൽകിയിട്ടുള്ളത്. വേരിയൻറ്റിൻ്റെ ബാഡ്ജിംഗ് ഒന്നും ഇവിടെ നൽകിയിട്ടില്ല. ഒരു C ടൈപ്പ് ടൈൽ ലൈറ്റാണ്. അതിനകത്ത് തന്നെയാണ് ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റും നൽകിയിട്ടുള്ളത്. മുൻവശത്തെ ബമ്പറിലുള്ളതുപോലെ തന്നെ പിൻവശത്തും അഡീഷണലായി സ്കിഡ് പ്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പെട്രോളിൻ്റെയും ബൂട്ടിൻ്റെയും ഓപ്പൺ ചെയ്യുന്ന ലിവർ സീറ്റിന് താഴെയായിട്ടാണ് നൽകിയിട്ടുള്ളത്. എസ്പ്രസോൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ 270 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത്. മുകളിൽ ട്രേ നൽകിയിട്ടുണ്ട്. ഇറങ്ങിയിരിക്കുന്ന രീതിയിലാണ് വാഹനത്തിൻ്റെ ബൂട്ട്. അതുകൊണ്ട് തന്നെ ഭാരമുള്ള സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അതിന് താഴെയായിട്ടാണ് സ്പെയർ വീൽ നൽകിയിട്ടുള്ളത്. വാഹനം വരുമ്പോൾ ഈ സെയിം വീലാണ് വാഹനത്തിനുണ്ടാകുന്നത്. നല്ല വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറും ടോൾ ബോഡി ഷേപ്പ് ആയതുകൊണ്ടും പ്രായമായവർക്ക് പോലും എളുപ്പത്തിൽ വാഹനത്തിൽ കയറാനും ഇറങ്ങാനും സാധിക്കും. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വാഹനത്തിൻ്റേത്. അതിൽ തന്നെ കൺട്രോൾസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ആൻഡ് പ്രിവ്യൂ, മോഡ്, വോളിയം, മ്യൂട്ട്, കോൾ, വോയിസ് കമാൻഡ് ബട്ടൺസ് എന്നിവയാണ് നൽകിയിട്ടുള്ളത്. സ്റ്റിയറിംഗിൻ്റെ റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സും ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോളും, ലെഫ്റ്റ് സൈഡിൽ വൈപ്പർ കൺട്രോൾസുമാണ് വന്നിട്ടുള്ളത്.
മിനി കൂപ്പറിൻ്റെ ഉൾവശത്തെ അനുസ്മരിക്കുന്ന രീതിയിലാണ് ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പാസഞ്ചർ സൈഡിലേക്ക് വരുമ്പോൾ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും തൊട്ട് താഴെയായി അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗ്ലോ ബോക്സും നൽകിയിട്ടുണ്ട്. 7-inch ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. വാഹനം ഓൺ ചെയ്യുമ്പോൾ തന്നെ സുസുക്കിയുടെ ലോഗോ അതിൽ തെളിഞ്ഞു കാണുന്നു. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടച്ച് സ്ക്രീനാണ്. ഡാഷ്ബോർഡിൻ്റെ നടുക്കായിട്ടാണ് പവർ വിൻഡോ സ്വിച്ച് വന്നിരിക്കുന്നത്. അതിന് നടുക്കായി ഹസാർഡ് സ്വിച്ചും കൊടുത്തിരിക്കുന്നു. ഡ്രൈവേഴ്സിനും പാസഞ്ചേഴ്സിനും ഒരുപോലെ 2 വിൻഡോസും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത് ഡാഷ്ബോർഡിൻ്റെ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യമൊക്കെ ഇത് ബുദ്ധിമുട്ടായി അനുഭവപ്പെടാം. അതിന് താഴെയായിട്ടാണ് AC കൺട്രോൾസ് വന്നിരിക്കുന്നത്. ഇത് സാധാരണ വരാറുള്ള നോർമൽ AC കൺട്രോൾസാണ് ഇതിനും നൽകിയിട്ടുള്ളത്. തൊട്ടു താഴെയായി ഓക്സും USB പോർട്ടും വന്നിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായി 12 വോൾട്ട് ചാർജിങ് സോക്കറ്റും നൽകിയിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള AC വെൻസ് ആണ് 2 സൈഡും കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റുമായി ഒരു സിൽവർ കോട്ടിങ്ങും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായാണ് സെൻറ്ററിലുള്ള AC വെൻസ് ഉള്ളത്. അത്യാവശ്യം നല്ല കൂളിങ്ങും ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. എസ്പ്രസോൻ്റെ മീറ്റർ കൺസോൾ സെൻട്രലിലാണ് വരുന്നത്. അതുകൊണ്ടും ഒരു SUVയുടെ സീറ്റിംഗ് പോസ്റ്റർ ഉള്ളതുകൊണ്ടും നല്ലൊരു റോഡ് വ്യൂ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും ഉയരം കുറഞ്ഞവർക്കും ഈ വാഹനം അനായാസം ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള മീറ്റർ കൺസോളാണുള്ളത്. ഡോർ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ബോട്ടിൽ ഹോൾഡറും ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഒരു സ്പീക്കേഴ്സുമാണ് നൽകിയിട്ടുള്ളത്. സെൻറ്റിമീറ്ററാണ് എൻ്റെ ഹൈറ്റ്. എന്നിട്ട് പോലും ഇത്രയും ഹെഡ് റൂം എനിക്ക് ലഭിക്കുന്നുണ്ട്. പിൻവശത്തെ ഡോറും വൈഡായിട്ട് തുറക്കാൻ പറ്റുന്നതുകൊണ്ട് ഇതിനകത്ത് കയറാനും ഇറങ്ങാനും അനായാസം സാധിക്കുന്നു. പിൻവശത്തെ സീറ്റിൽ 2 പേർക്ക് സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഡ്രൈവർ സീറ്റ് മാക്സിമം പുറകോട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും എനിക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സാധിക്കുന്നു. നല്ല തൈ സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. ഇനി മറു സൈഡിലേക്ക് പോകാം. അവിടെ ഞാൻ പാസഞ്ചർ സൈഡ് സീറ്റ് മുന്നോട്ടാണ് ഇട്ടിരിക്കുന്നത്. നല്ല ലെഗ് റൂം എനിക്കിവിടെ കിട്ടുന്നുണ്ട്. കാലുകൾ നിവർത്തി വച്ചിരിക്കാനും സാധിക്കുന്നു. പുറവശത്തെ ഡോറിൽ സ്റ്റോറേജ് സ്പേസ് ഒന്നും നൽകിയിട്ടില്ല. ഒരു സ്പീക്കർ നൽകിയിട്ടുണ്ട്. മാനുവലായി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. mm നീളവും 1520 mm വീതിയും 1549 mm ഉയരവുമാണ് എസ്പ്രസോയ്ക്കുള്ളത്. വീൽ ബേസ് 2380 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത് 180 mm ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മോശം റോഡുകളിലും കുഴപ്പമില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നു. മികച്ചൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസാണ് എനിക്ക് ഈ വാഹനത്തിൽ നിന്നും ലഭിച്ചത്. ഒരു കുഞ്ഞു വാഹനമായതിനാൽ സിറ്റിയിലും നമുക്ക് എളുപ്പത്തിൽ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. എൻജിൻ നോയ്സ് ഒന്നും ക്യാബിനകത്തേക്ക് വരുന്നില്ല. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ വാഹനം. ഇതിൽ തന്നെ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. കേബിൾ ഓപ്പറേറ്റഡ് സിസ്റ്റമാണ് ഗിയർ. നല്ല സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ. മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.